ഇടുക്കി പുല്ലുപാറ അപകടത്തിൽ KSRTC ബസ്സിന് ബ്രേക്ക് തകരാറില്ലെന്ന മോട്ടോർ വാഹന വകുപ്പ്. വാഹനത്തിൽ സ്പീഡ് ഗവർണർ ഉണ്ടായിരുന്നു. വണ്ടിയുടെ വീൽ അഴിച്ച് പരിശോധന നടത്തും. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണം എന്ന് ഡ്രൈവർ പറഞ്ഞിരുന്നു. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഈ അപകടത്തിൽ ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് കാരണമെന്നായിരുന്നു ഡ്രൈവർ ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ബസ്സിന് ബ്രേക്ക് തകരാറില്ല എന്നാണ് നിലവിൽ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. പ്രധാനമായും ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടത്തിൽപ്പെട്ട KSRTC ബസിന്റെ പരിശോധന നടന്നത്. ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പരിശോധനയിൽ ഈ അപകടത്തിൽപ്പെട്ട KSRTC ബസിന്റെ ബ്രേക്കിന് തകരാറില്ല എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത്. പുറമെയുള്ള പരിശോധനയിൽ ഈ ബ്രേക്കുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതേസമയം ഈ വാഹനത്തിന്റെ സ്പീഡ് ഗവർണർ ഉൾപ്പെടെയുള്ളവർ ഘടിപ്പിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം അവർ പറയുന്നത്. അതിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായി ഈ സ്പീഡ് ഗവർണർ പ്രവർത്തനക്ഷമമായിരുന്നു നടക്കുമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായി ഉണ്ടെന്ന് ഈ ഒരു ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രധാനമായും ഇനിയിപ്പോൾ നടത്തേണ്ടത് ഈ വണ്ടിയുടെ ടയർ വീൽ അഴിച്ചുള്ള ഒരു പരിശോധനയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ ബ്രേക്ക് ഇതിനുള്ളിൽ ലൈനുകൾ ഉൾപ്പെടെയുള്ള ജാമാവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഈ ടയർ ചൂടായി ഏതെങ്കിലും തരത്തിൽ ബ്രേക്ക് കിട്ടാതെ പോയ സാഹചര്യമുണ്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതായുണ്ട്. അതിന് ഈ ഒരു വാഹനത്തിന്റെ ടയർ അഴിച്ചുള്ള പരിശോധനയാണ് ഇനി നടത്തേണ്ടതുള്ളൂ. അത് അടുത്ത ഘട്ടത്തിൽ അതിലേക്ക് കടക്കുമെന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. അതേസമയം ഈ ചെറിയ ഗിയറിലാണോ ഈ ഇറക്കമിറങ്ങി വണ്ടി വന്നത് എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഗിയറിൽ ഇറങ്ങി വരേണ്ട ഒരു ഇറക്കമാണ്. ആ ഗിയറിൽ തന്നെയാണോ വണ്ടി ഇറങ്ങി വന്നത് നടക്കുള്ള കാര്യങ്ങളും ഈ പ്രധാനമായും ഇവർ പരിശോധിക്കുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളും ഈ വാഹന ഡ്രൈവറും പറയുന്നത് ഈ വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഈ ആദ്യഘട്ടത്തിൽ ഈ അപകടം ഉണ്ടാകുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഇതിന്റെ മുകൾ ഭാഗത്തെ വളവ് മുതൽ തന്നെ ബ്രേക്ക് നഷ്ടപ്പെടുന്ന കാര്യം ഈ ഡ്രൈവർ യാത്രക്കാരോട് പറഞ്ഞിരുന്നു, പിടിച്ചു നിൽക്കാൻ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ വാഹന ഡ്രൈവർ വേണ്ട നിർദ്ദേശങ്ങൾ അവർക്ക് നൽകിയിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു വാഹനം അപകടത്തിൽപ്പെടുന്നത്. അപ്പോൾ മുതൽ ഈ ഒരു വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട കാര്യം ഡ്രൈവർ പറയുന്നു എന്നിരിക്കെ ഇപ്പോൾ ഈ ഒരു മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു അറിയിപ്പ് അല്ലെങ്കിൽ പരിശോധനയിൽ ഇത്തരത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടില്ല എന്നൊരു പരിശോധനാ റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രാഥമികമായ റിപ്പോർട്ട് വരുമ്പോൾ അതിലൊരു അട്ടിമറിയൊക്കെയുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ബസ്സിന് പ്രധാനമായും കാലപ്പഴക്കമുണ്ട്. അതുപോലെ തന്നെ ഏഷ്യൻ ബസ്സാണ്. കിലോമീറ്റർ അതായത് തുടർച്ചയായി ബസ് ഓടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബസ്സിന്റെ കാലപ്പഴക്കവും അതുപോലെ തന്നെ ഈ ബസ്സിന്റെ മറ്റ് യന്ത്രഭാഗവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ ബസ്സിന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലാവാം ഈ ഒരു അപകടം ഉണ്ടാകുക എന്നിരിക്കെ ഡ്രൈവറുടെ തലയിലേക്ക് ഇത് വെച്ച് കെട്ടി ഈ വിഷയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ നിന്ന് KSRTC കൈകഴുകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്നുള്ള ഒരു സംശയവും നിലവിൽ ഉടലെടുക്കുന്നുണ്ട്. ശരി, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.